പക്ഷേ പാലക്കാട് നിന്ന് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടവുമായി വേദി പങ്കിട്ടു എന്ന് പറഞ്ഞ് BJPക്കുള്ളിൽ പടയൊരുക്കം നടത്തുന്നു. പുറത്താക്കും. കോൺഗ്രസിന്റെ ഒരു നേതാവ്, മുതിർന്ന നേതാവാണെന്ന് തോന്നുന്നു, കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടം ഇത്തരം വിവാദത്തിൽപ്പെട്ട് നിൽക്കുകയാണെങ്കിലും പാലക്കാട് കൃത്യമായ ഇടപെടൽ നടത്തി BJPയെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ചേട്ടൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടവുമായി വേദി പങ്കിട്ടതുമായി ബന്ധപ്പെട്ട് പ്രമീള ശശിധരൻ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ വലിയ രീതിയിൽ ക്രൂശിക്കുകയാണ് BJP. ഒരുപക്ഷെ ഈ പങ്കിട്ടത് വേദിക്ക് പകരം കിടപ്പുമുറി ആയിരുന്നുവെങ്കിൽ BJP അവരെ ചേർത്ത് നിർത്തിയേനെ. ഇത്തരത്തിലുള്ള വാർത്തകളാണ് യഥാർത്ഥത്തിൽ BJPക്ക് ഇപ്പോൾ ആവശ്യം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു സ്ത്രീ വിഷയം വന്നത് വളരെയധികം ആഘോഷമാക്കിയത് മറ്റേത് പാർട്ടിയേക്കാൾ കൂടുതൽ BJP തന്നെയായിരുന്നു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാല് കുത്തിക്കില്ല എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വലിയ സമരങ്ങളൊക്കെ BJP കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തൊരു കാരണവുമായി രംഗത്ത് വന്നാലും അത് മാധ്യമങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റാനും അവർക്ക് അതിന് മൈലേജ് ആക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ള BJPയുടെ ഒരു ഗൂഢമായ നീക്കം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഒരു വൈരാഗ്യത്തെ ഇപ്പോൾ വ്യക്തിപരമായ വൈരാഗ്യമായി മാത്രം BJP കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രമീള ശശിധരൻ ആ ഒരു പരിപാടിയിൽ പോയെങ്കിൽ അവർ വ്യക്തമായ കാരണം അതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, പ്രോട്ടോകോൾ പ്രകാരം നോക്കുകയാണെങ്കിൽ MLA പങ്കെടുക്കുന്ന പരിപാടിയിൽ പാലക്കാട് ചെയർപേഴ്സൺ അല്ലേ പ്രമീള? അതെ. അപ്പൊ പ്രമീള ശശിധരൻ പങ്കെടുക്കുന്നതിൽ വേറെ തെറ്റൊന്നും കാണാൻ. ആരോപണങ്ങൾ എന്തും ആയിക്കോട്ടെ, പൊതുപരിപാടിയുടെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിൽ സജീവമായിരിക്കുന്നു, ഒരുപാട് പരിപാടികൾ പങ്കെടുക്കുന്നു. പല പരിപാടികളിലും നമുക്ക് ജനങ്ങളുടെ ഹസ്താരവും അതേപോലെ തന്നെ അവരുടെ ആഘോഷവും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായി ജനപ്രതിനിധിയായി നിൽക്കുന്ന ഒരു വ്യക്തി, പാർട്ടിക്കപ്പുറം ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. മറ്റൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടം അവിടെ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുകയാണെങ്കിലും കൃത്യമായി സംസ്ഥാനത്തുടനീളം CPMന്റെ പോരായ്മകൾ കാട്ടുന്നതിലായാലും അതേപോലെ തന്നെ രാഷ്ട്രീയ ചലനങ്ങളിൽ എല്ലാം തന്നെ കൃത്യമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ. ഈ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ കണ്ടതാണ്. PMCയുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടി ലക്ഷണമൊത്തൊരു സംഘിക്കുട്ടി എന്ന പരാമർശമൊക്കെ തന്നെ അത് കൃത്യമായ ഇടവേളകളിൽ വന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഭാഗമാകുന്നുണ്ട്. ഒരു സൈഡിൽ ആരോപണങ്ങൾ എന്തുമാകട്ടെ, ആരോപണങ്ങൾ തെളിയേണ്ടതാണ്. പാലക്കാട് നഗരസഭയിൽ BJPയുടെ അപ്രതാപത്വം പൊളിച്ചുകൊണ്ട്, അതായത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രമീള ശശിധരനെ പോലെയുള്ള BJPയുടെ കോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ഒരു കോൺഗ്രസിലേക്കുള്ള ക്രൗഡ് പുള്ളറായിട്ട് രാഹുൽ മാങ്കൂട്ടം അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അതിനേക്കാൾ ഉപരി BJP തന്നെയാണ് അതിന് അവസരം ഒരുക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലൊരു പരിപാടി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു പാർട്ടി പരിപാടി അല്ലെങ്കിൽ ആ ഒരു പൊതു പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരുന്ന കാലത്തോളം അവിടെ എത്തേണ്ടത് തന്നെയായിരുന്നു. അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്ന പ്രമീള ശശിധരൻ BJP ആയാലും ഇനിയിപ്പോൾ അവർ CPMകാരിയാണെങ്കിൽ പോലും ഏതൊരു പാർട്ടിയാണെങ്കിലും പാർട്ടി നോക്കാതെ പൊതുപരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്, അവരുടെ കടമയാണ്. ആ ഒരു കടമ നിർവഹിച്ചതിലൂടെ BJP അവർ എത്രത്തോളം ക്രൂശിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വേണ്ടി BJP തന്നെ വഴിയൊരുക്കി കൊടുക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പറയുന്ന പ്രമീള ശശിധരനെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പല മുൻ നേതാക്കന്മാരും അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരും രംഗത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു സപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ BJP തന്നെ അറിയാതെ പോലും വഴിയൊരുക്കുന്ന ഒരു രീതിയല്ല ഇപ്പൊ ഇത്. അല്ല, നമ്മളൊരു രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ നിർണായകമായൊരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നു, എന്തിന് മാറ്റി നിർത്തണമെന്ന വാർത്തകൾ വരുന്നു. വലിയ രീതിയിലുള്ള ജനപിന്തുണ പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിന് ഉയർന്നു വരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ എവിടെയാണ് കൃത്യമായി മത്സരം വരുന്നത്? കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമുക്കറിയാം, ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ ശ്രീധരൻ ഇവർ രണ്ടുപേരും തമ്മിൽ മത്സരിച്ചപ്പോൾ BJPയും കോൺഗ്രസും തന്നെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ചെറിയ മാർജിനാണെങ്കിലും ഷാഫി ജയിക്കണമെന്ന് കേരളത്തിലെ മതേതരത്വ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ ഒരേപോലെ ഈ CPM ഉൾപ്പെടെയുള്ളവർ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് സത്യം. അതായത് BJP അക്കൗണ്ട് തുറക്കരുത് എന്ന തരത്തിൽ. അപ്പോൾ അതിനുശേഷം ഷാഫി അവിടെ നിന്ന് വടകരയിലേക്ക് പോകുന്നു, അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് കൃത്യമായി പ്ലേസ് ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, അതായത് നഗരസഭ തിരിച്ചു പിടിക്കേണ്ടത് രാഹുലിൻ്റെ ഉത്തരവാദിത്തമാണ്, അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട രാഹുലിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ പ്രമീള ശശിധരൻ കോൺഗ്രസിലേക്ക് വന്നാലും അസ്വാഭാവികതയൊന്നും കാണാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇപ്പൊ സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെന്ന് നമുക്ക് തോന്നുന്നു. ആ സമയത്താണ് സന്ദീപ് വാര്യർ BJPയിലേക്ക് വരുന്നത്. അത്തരം രാഷ്ട്രീയമായ ചലനങ്ങളാണ്. പക്ഷേ ഒരു ആരോപണ വിധേയൻ എന്ന നിലയിൽ ആരോപണം തെളിഞ്ഞിട്ട് പോലുമില്ല, ആരോപണം കേസന്വേഷണത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം ഒരു രീതിയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ
MLA പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നഗരസഭയുടെ ചെയർപേഴ്സൺ പങ്കെടുത്തതിനെ രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ മറ്റു രീതിയിലുള്ള ആരോപണങ്ങൾ കൊണ്ട് മൂടി പുതിയൊരു, അതായത് ബി ജെ പിയുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കാനാണെന്ന് പറയാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഈ പറയുന്ന പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നതല്ല യഥാർത്ഥത്തിൽ BJPയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തി കൂടി അതിലേക്ക് പോകുമ്പോൾ പൊതുജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ എതിർക്കും, അല്ലെങ്കിൽ അവർ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലെ ചേർത്ത് പിടിക്കില്ല എന്നുള്ള BJPയുടെ വിശ്വാസത്തെ തച്ചുടച്ചുകൊണ്ട് തന്നെയായിരുന്നു ഓരോ തവണയും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഓരോ പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ സ്വീകരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു വസ്തുത നമ്മൾ നോക്കിക്കാണുകയാണ്, BJPയുടെ നഗരസഭയ്ക്കകത്ത് ഈ പ്രമീള ശശിധരനും മറ്റ് നേതാക്കളും തമ്മിലുള്ള പടലപ്പിണക്കങ്ങളുടെ വാർത്തകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു, കത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം തന്നെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രമീള ശശിധരൻ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ BJPക്ക് നഗരസഭയ്ക്കകത്ത് വലിയൊരു ക്ഷീണം സംഭവിക്കും. ഇവരെന്താണ് കൃത്യമായി ഇതിനെ സെറ്റിൽമെന്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനുള്ളതിന് ഈ പരസ്യമായി പടയൊരുക്കം നടത്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിലേക്ക് വലിയ സ്വീകാര്യത ലഭിക്കും. അതോട് തന്നെ അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇപ്പം സന്ദീപ് വാര്യർ ഇങ്ങോട്ടേക്ക് വന്നത് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം ഏതെല്ലാം രീതിയിലുള്ള പരിപാടികൾ ഏറ്റെടുത്തു. അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറി വരെയായി. സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് വരിച്ച് ജയിലിൽ പോകുന്ന സാഹചര്യമുണ്ട്. അപ്പം അത്തരത്തിലൊരു വലിയ മൈലേജ് കോൺഗ്രസിൽ വരുന്നതോടുകൂടി സന്ദീപ് വാര്യന് നേടിയെടുക്കാൻ സാധിച്ചു. പ്രമീള ശശിധരൻ എന്ന് പറയുമ്പോൾ, ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ അവരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ പേർ എന്തായാലും ഉണ്ടാവുമല്ലോ. അവരെല്ലാം തന്നെ കോൺഗ്രസിലേക്ക് വരുന്നത് കോൺഗ്രസിന് അവിടെ ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ BJPക്ക് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന നഗരസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് BJPയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പടലപ്പിണക്കങ്ങൾ പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ അറിയാം, രാഹുൽ മാങ്കൂട്ടം കാല് കുത്തിയാൽ അവിടുത്തെ ABVP-ക്കാരും അല്ലെങ്കിൽ യുവമോർച്ചക്കാരും BJP-ക്കാരും എല്ലാം തടയുന്നൊരു സാഹചര്യം. അവരെ കാല് കുത്തില്ല, കാലൊട്ടിക്കില്ല. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോൾ DYFI-ക്കാലും അല്ലെങ്കിൽ CPM-നെക്കാളും ഒരു പടി ആദ്യം ചാടി ഇറങ്ങിയത് പ്രശാന്ത് ശിവനാണ്. അപ്പോൾ പ്രശാന്ത് ശിവൻ അത്തരത്തിലുള്ള സമര പരിപാടികൾ ആഹ്വാനം ചെയ്തു, പ്രതിഷേധ മാർച്ചുകൾ ആഹ്വാനം ചെയ്തു. അതിന് ചൂട് പിടിച്ച് കളം പിടിക്കാനായിട്ടാണ്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ DYFI-ക്ക് സ്പേസ് കാണില്ല എന്ന് പറഞ്ഞ് DYFI ജില്ലാ കമ്മിറ്റി കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചു. അവരുടെ സമരങ്ങളും അതേപോലെ തന്നെ പ്രതിഷേധ യോഗങ്ങളും പ്രതീകാത്മകമായി സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പരിപാടികൾ അവിടെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇത്തരത്തിൽ അവരിൽ നിന്ന് ഒരാളെ നമ്മുടെ ഇടത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സന്ദേശം നഗരസഭയ്ക്കകത്തും പാലക്കാടകത്തേക്കും നൽകാൻ കഴിയും. പേപ്പറിലാണെങ്കിലും സാങ്കേതികമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയാണെങ്കിൽ സംഘടനാപരമായി അത്തരം ഒരു ആൾക്കാരെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അത് നേട്ടമാവും. അടുത്ത പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്ലസ് ആവും, ഇത് ചർച്ചയാവും. അത്തരത്തിൽ വീണ്ടും അവിടെ വിജയിച്ച് കയറാൻ പറ്റുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ പ്ലാൻ അദ്ദേഹം തയ്യാറാക്കുക തന്നെ ചെയ്യും. പ്രധാന പ്രശ്നം എന്താണ് ഇതിൽ? രാഹുൽ മാങ്കൂട്ടം വീണ്ടും പാലക്കാട് ജയിക്കുന്നു, ഇത് BJP അസ്വസ്ഥപ്പെടുത്തുന്നു. BJP ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുപാട് ചർച്ചകൾ കണ്ടു. 10 സീറ്റ് ലക്ഷ്യമിടുന്നതിൽ പ്രധാനമായും നോക്കുന്ന ഒരു സീറ്റ് പാലക്കാട് തന്നെയാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ഉള്ളിൽ തന്നെ ചേരിപ്പോരുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണെങ്കിൽ അവിടെ വോട്ട് സ്പ്ലിറ്റ് ആവും, അവിടുത്തെ സമവാക്യങ്ങളെല്ലാം തന്നെ തെറ്റും. അത്തരത്തിൽ അവിടെ ജയിച്ച് കയറാമെന്നുള്ളൊരു വിജയവും അല്ലെങ്കിൽ സീറ്റ് ഉറപ്പിക്കാമെന്നുള്ളൊരു കരുതലിലുമാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം, ഈ BJP എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം ഒരു ക്രൗഡ് പുള്ളറാണ്. രാഹുൽ മാങ്കൂട്ടത്തെ ഇനിയൊരു തരത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ വീണ്ടും വിജയിച്ച് കയറാനുള്ള സാധ്യതയാണ് എന്നാണ് അവിടുത്തെ, അതായത് ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ, അവിടുത്തെ വയോധികരായ സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാർ, പെങ്ങന്മാർ എല്ലാവരും കൊടുക്കുന്നൊരു സപ്പോർട്ടുണ്ട്. സത്യം തെളിയുന്നത് വരെ രാഹുലിനൊപ്പമാണെന്ന് പറഞ്ഞ് അതിനെ BJP കൃത്യമായി പേടിക്കുന്നു എന്നാണ് ഇതിലൂടെ വിലയിരുത്താനുള്ളത്. അതുകൊണ്ട് പ്രമീള ശശിധരൻ കോൺഗ്രസിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല. വരും ദിവസങ്ങൾ കണ്ടറിയേണ്ടതാണ് ഇക്കാര്യങ്ങളൊക്കെ.